ന്യായാധിപന്മാർ അധ്യായം 10. അബിമേലേക്കിന്റെ ശേഷം അവന്റെ ചിറ്റപ്പനായ ദോദാവിന്റെ മകനായ ബൂവാദിന്റെ മകൻ തോല എന്ന ഇസാഖാർ ഗോത്രക്കാരൻ ഇസ്രായേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു. എഫ്രായിം നാട്ടിലെ ഗാൽമീരിലായിരുന്നു അവന്റെ വാസം. അവൻ ഇസ്രായേലിന് 23 സംവത്സരം ന്യായാധിപനായിരുന്ന ശേഷം മരിച്ചു. ഷാമീരിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം ഗിലാദ്യനായ യായീർ എഴുന്നേറ്റു. ഇസ്രായേലിന് 22 സംവത്സരം ന്യായാധിപനായിരുന്നു. അവന് 30 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് 30 ഊരുകളും ഉണ്ടായിരുന്നു. അവയ്ക്ക് ഇന്നുവരെയും യായീർ ഗ്രാമങ്ങൾ എന്ന് പേർ പറയുന്നു. അവ ഗിലെയാദ് ദേശത്താകുന്നു. യായീർ മരിച്ചു. കാമോനിൽ അവനെ അടക്കം ചെയ്തു. ഇസ്രായേൽക്കാർ പിന്നെയും ദൈവം മുമ്പാകെ അനിഷ്ടമായുള്ളതു ചെയ്തു. ബാൽ വിഗ്രഹങ്ങളെയും അസ്തേരോത്ത് പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സീദോന്യ ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമ്മോന്യ ദേവന്മാരെയും ഫിലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു. കർത്താവിനെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ കർത്താവിന്റെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ഫെലിസ്ത്യരുടെ കയ്യിലും അമോന്യരുടെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അന്നു മുതൽ 18 സംവത്സരത്തോളം ഇസ്രായേൽ മക്കളെ യോർദാനക്കരെ ഗിലെയാദ് എന്ന അമോര്യദേശത്തുള്ള എല്ലാ ഇസ്രായേൽ മക്കളെയും ഉപദ്രവിച്ചു ഞെരുക്കി. അമ്മോന്യർ യഹൂദയോടും ബെന്യാമിനോടും എഫ്രയീം ഗൃഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദാൻ കടന്നു. അങ്ങനെ ഇസ്രായേൽ വളരെ ദുരിതത്തിനായി. ഇസ്രായേൽ മക്കൾ കർത്താവിനോട് നിലവിളിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും പാൽ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തത്, മിസ്രയീമ്യർ, അമോര്യർ, അമ്മോന്യർ, ഫെലിസ്ത്യർ എന്നിവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ? സീദോന്യരും അമ്മാലേക്യരും മാവോന്യരും അമ്മോന്യരും നിങ്ങളെ ഞെരുക്കി. നിങ്ങൾ എന്നോട് നിലവിളിച്ചു, ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു അന്യദൈവങ്ങളെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കയില്ല. നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പിൻ. അവൻ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ. ഇസ്രായേൽ മക്കൾ കർത്താവിനോട്, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. നിന്റെ ഇഷ്ടം പോലെയെല്ലാം ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇത് ഇന്നു മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞു കർത്താവിനെ സേവിച്ചു. ഇസ്രായേൽ വലിയ അരിഷ്ടതയിലായിരുന്നു. അപ്പോൾ അമോന്യർ ഒന്നിച്ചുകൂടി ഗിലെയാദിൽ പാളയമിറങ്ങി. ഇസ്രായേൽ മക്കളും ഒരുമിച്ചുകൂടി മിസ്പയിൽ പാളയമിറങ്ങി. ഗിലെയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നവൻ ഗിലെയാദിലെ സകല നിവാസികൾക്കും തലവനാകും എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.